നമ്മുടെ ഇന്നത്തെ യാത്ര കിളുമാനൂരിനടുത്തുള്ള മീൻമുട്ടി വാട്ടർഫാളിലേക്കാണ്. തിരുവനന്തപുരത്തു നിന്ന് വരുമ്പോൾ കിളുമാനൂർ കഴിഞ്ഞ് പ്രശസ്തമായ വഴിയോരക്കടയെല്ലാം സ്ഥിതി ചെയ്യുന്ന കുറവൻകുഴി എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്നും വലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. കുറച്ചു കാലങ്ങളായിട്ട് ഈ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നത് കാരണം ഇങ്ങോട്ടേക്കുള്ള ഗതാഗതത്തിന് തടസ്സങ്ങളുണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയാവുകയും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൊളിക്കുഴി ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വലത്തേക്കാണ് നമുക്ക് മീൻമുട്ടി വാട്ടർഫാളിലേക്ക് പോകാനുള്ളത്. പോകുന്ന വഴികളിൽ DTPC കൊല്ലം, അതായത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കൊല്ലത്തിൻ്റെ ധാരാളം ബോർഡുകൾ നമ്മെ അങ്ങോട്ടേക്ക് പോകാനായി സഹായിക്കും. ഈ ജംഗ്ഷനിൽ നിന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് നമുക്ക് കാണാം. അവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻമുട്ടി വാട്ടർഫാളിലേക്ക് എത്തിച്ചേരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. അതിൻ്റെ മുന്നിലായി ഒരു ക്ഷേത്രമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പണ്ട് ശ്രീനാരായണ ഗുരു ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഈ ഇടത്തെ 200 എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്. പ്രത്യേകിച്ച് കാർ പാർക്കിംഗ് ഫീസോ എൻട്രൻസ് ഫീസോ ഒന്നും തന്നെ നമുക്ക് ഈ വാട്ടർഫാളിലേക്ക് എടുക്കേണ്ടതായിട്ടില്ല. ഈ അരുവിക്ക് കുറുകെയായി മുളയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായൊരു പാലം ഇവിടെ പണിതിട്ടുണ്ട്. അത്യാവശ്യം 2 ആളുകൾക്ക് പോകാൻ പറ്റുന്ന ചെറിയൊരു പാലമാണിത്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂ നമുക്കിതുപോലെ കാണാൻ സാധിക്കും. ഈ പാലത്തിന് ചുറ്റുമായി ഇതുപോലെ പാറകളും മരത്തിൻ്റെ ചില്ലകളും നിറഞ്ഞു നിൽപ്പുണ്ട്. ശരിക്കും ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ പടിക്കെട്ടുകളിലൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഇറങ്ങാൻ കഴിയും. അത് കഴിഞ്ഞ് പാറക്കെട്ടുകളിലൂടെ വേണം നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലുവാൻ. വഴുക്കലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിച്ച് വേണം അതുവഴി ഇറങ്ങാൻ, പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ. താഴേക്ക് ഇറങ്ങുന്ന വഴിയിൽ നമുക്ക് ഈ ഒരു കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നുള്ള മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. മഴക്കാലമായതിനാൽ നല്ല രീതിയിലുള്ള വെള്ളം ഈ വെള്ളച്ചാട്ടത്തിലുണ്ടായിരുന്നു. ഈ മഴ സമയങ്ങളിൽ വെള്ളച്ചാട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ അധികം ആഴമില്ലാത്തതിനാൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ അത്യാവശ്യം സേഫായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്. നമ്മൾ ഈ കാണുന്ന പാറക്കെട്ടുകളും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ വേരുകളും എല്ലാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കൂട്ടുന്നു. നമ്മുടെ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം തിരുവനന്തപുരം ജില്ലയിലെ കിളുമാനൂരിനടുത്താണെങ്കിലും ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കുമ്മിൾ ഗ്രാമപഞ്ചായത്തിലാണ്. നമ്മളിപ്പോൾ ഈ തിരിഞ്ഞു വന്ന ഈ തൊളിക്കുഴി തിരുവനന്തപുരം ജില്ലയിലും ഈ കുമ്മിൾ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുമാണ്. അപ്പോൾ ഏകദേശം ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം ബോർഡറിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാരുടെ അറിവിൽ 2 മീൻമുട്ടി വെള്ളച്ചാട്ടങ്ങളാണുള്ളത്. ഒന്ന് പൊന്മുടിയിൽ പോകുന്ന വഴിയിൽ കാണുന്ന കല്ലാറിലെ മീൻമുട്ടിയും ഒന്ന് ഈ മീൻമുട്ടിയും. ഗൂഗിളിൽ മീൻമുട്ടി വാട്ടർഫാൾ കൊല്ലമെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഇരിപ്പിടമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ രീതിയിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തതായിട്ട് തന്നെ നമുക്ക് നിന്ന് കാണുവാൻ വേണ്ടി ഒരു സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിലുള്ള കാഴ്ചകൾ ഒന്ന് പോയി കണ്ടു നോക്കാം.
ഇതിൻ്റെ ബാക്കിലായിട്ട് ഒഴുക്കൊന്നുമില്ലാത്ത ഇങ്ങനെയൊരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി കുളിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാളിൻ്റെ വിശേഷങ്ങൾ. സാധാരണ വാട്ടർഫാളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ മീൻമുട്ടി വാട്ടർഫാളിൽ പോയിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലൂടെ പുതിയ യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.